നമസ്കാരം. രാജ്യത്തും സംസ്ഥാനത്തും വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുറമേക്ക് കാണിക്കുന്ന വികസന മുദ്രാവാക്യങ്ങളും അച്ചടക്കവും മാത്രമാണോ പാർട്ടിക്കുള്ളിലുള്ളത്? അതോ ഉള്ളിൽ വൻ അമർഷവും പുകച്ചിലുമാണോ നടക്കുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തു വന്ന 2 സംഭവങ്ങൾ BJP നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒന്ന്, കേരളത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ നടനുമായ ദേവന്റെ രാജിപ്രഖ്യാപനം. രണ്ടാമത്തേത്, BJPയുടെ ഏറ്റവും വലിയ അനുഭാവിയും ഹിന്ദുത്വ നിലപാടുകളുടെ പ്രചാരകനുമായ ബാബ രാംദേവ് കേന്ദ്ര സർക്കാരിനും BJPയുടെ നയങ്ങൾക്കുമെതിരെ ഉന്നയിച്ച അതിരൂക്ഷമായ ആരോപണങ്ങളും രാംലീല മൈതാന മോഡൽ സമര മുന്നറിയിപ്പും. ഇത് രണ്ടും വെറുമൊരു അപ്രധാന സംഭവങ്ങളല്ല. പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും ഒരുപോലെ ഉയരുന്ന ശക്തമായ വിരൽ ചൂണ്ടലുകളാണ്. ആദ്യം നമുക്ക് നടൻ ദേവന്റെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 5 വർഷമായി BJPയിൽ സജീവമായി പ്രവർത്തിച്ച ആളാണ് ദേവൻ. താൻ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി എന്ന പ്രസ്ഥാനം BJPയിൽ ലയിപ്പിച്ചാണ് അദ്ദേഹം കടന്നു വന്നത്. പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന വലിയൊരു പദവി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും വേണ്ടിയൊക്കെ ഗ്രൗണ്ടിലിറങ്ങി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒടുവിൽ BJP നേതൃത്വം എന്താണ് നൽകിയത്? അർഹമായ ഒരു ഗൗനമോ പരിഗണനയോ നൽകിയില്ല. കേരളമൊട്ടാകെ അറിയപ്പെടുന്ന, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നടനെ പോലും കൃത്യമായി ഉപയോഗപ്പെടുത്താനോ ആദരിക്കാനോ BJP നേതൃത്വത്തിന് സാധിച്ചില്ല എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. എൻ്റെ ലൈൻ ഇതല്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചത്. അതും വെറുമൊരു വാർത്താ സമ്മേളനത്തിലല്ല. 1500 വർഷത്തിലധികം പഴക്കമുള്ള, ഏറെ മാഹാത്മ്യമുള്ള ആലപ്പുഴ കണിച്ചുകുളങ്ങര ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് ദേവിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. ഒരു പ്രസ്ഥാനത്തിൽ 5 വർഷം ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും താൻ ഉന്നയിച്ച ആശയങ്ങൾക്കോ തൻ്റെ വ്യക്തിത്വത്തിനോ യാതൊരു വിലയും നൽകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വലിയൊരു നിരാശയും അമർഷവും ആ രാജിയിലുണ്ട്. എന്തുകൊണ്ടാണ് ദേവൻ കണിച്ചുകുളങ്ങര തന്നെ തൻ്റെ രാജിപ്രഖ്യാപനത്തിന് തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് BJPയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ ദൗർബല്യങ്ങൾ വ്യക്തമാകുന്നത്. കണിച്ചുകുളങ്ങര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ BJPയുടെ ഹിന്ദുത്വ അജണ്ടയിൽ അതൃപ്തി പൂണ്ട് വെള്ളാപ്പള്ളി പക്ഷത്തോടൊപ്പം ചേർന്ന് പുതിയൊരു ബദൽ രാഷ്ട്രീയത്തിനാണോ അദ്ദേഹം ശ്രമിക്കുന്നത്? അതോ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വശമുണ്ട്. പണ്ട് B. വില്ലിംഗ്ടണും ജോൺ മാഞ്ഞൂരാനുമൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചെന്ന് ചേർന്ന വർക്കലയിലെ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥാനവും ആശ്രമവുമൊക്കെയാണോ ദേവന്റെ മനസ്സിലുള്ളത്? വർക്കലയിലെ സ്വാമിമാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ഗുരുദേവന്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷമായ ഒരു വഴിയിലേക്ക് അദ്ദേഹം നീങ്ങുകയാണോ? വർക്കല സ്വാമിമാർ ആഗോളതലത്തിൽ പോപ്പിനെയും ജപ്പാനിലെ നേതാക്കളെയും കണ്ട് സന്ദേശങ്ങൾ കൈമാറിയതുപോലെ BJP വിഭാവനം ചെയ്യുന്ന ഇടുങ്ങിയ രാഷ്ട്രീയത്തിനപ്പുറം വിശാലമായ സാമുദായിക സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് ദേവൻ നീങ്ങാനാണ് സാധ്യത. BJPയുടെ ഉള്ളിലെ സ്വേച്ഛാധിപത്യ ശൈലിയും അനാവശ്യ നിയന്ത്രണങ്ങളും ഒരു സ്വതന്ത്ര കലാകാരന് അല്ലെങ്കിൽ ജനസമ്മതനായ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നതിൻ്റെ തെളിവാണിത്. ഇനി ഇതിനേക്കാൾ വലിയൊരു പ്രഹരമാണ് BJPക്ക് ദേശീയ തലത്തിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത്. BJPയെ അധികാരത്തിലെത്തിക്കാൻ 2014 മുതൽ മുൻപന്തിയിൽ നിന്ന ബാബ രാംദേവ് ഹരിദ്വാറിൽ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ BJP ഭരണകൂടത്തിനെതിരെയും രാജ്യത്തെ സിസ്റ്റത്തിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ്. ബാബ രാംദേവ് തുറന്നു പറഞ്ഞ ആരോപണങ്ങൾ നോക്കൂ. രാജ്യത്തെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ 90 മുതൽ 99% വരെ അഴിമതിയും കോഴയുമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ച, ജോലിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങൽ, ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ ജോലിക്ക് കയറ്റൽ തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. സത്യമേവ ജയതേ എന്ന് പറയുകയും ഉള്ളിൽ ഭീകരമായ അഴിമതി നടത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം BJP ഭരിക്കുന്ന സിസ്റ്റത്തെ വിമർശിച്ചത്. മാത്രമല്ല, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന
രാഷ്ട്രീയത്തെയും അദ്ദേഹം രൂക്ഷമായി അപലപിച്ചു. ജനങ്ങൾ പരസ്പരം രക്തദാഹികളെ പോലെ അടിപിടി കൂടുകയാണെന്നും പാർലമെന്റിൽ സർക്കാരും പ്രതിപക്ഷവും ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വ്യവസ്ഥിതി BJP സർക്കാർ തിരുത്തിയില്ലെങ്കിൽ 2011 താൻ നടത്തിയതുപോലെ വീണ്ടും ഒരു വൻ ജനകീയ സമരം നയിക്കാൻ തെരുവിലിറങ്ങുമെന്നാണ് രാംദേവിന്റെ താക്കീത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നടൻ ദേവൻ BJPയുടെ അവഗണന സഹിക്കാനാവാതെ രാജിവെച്ച് പുറത്തുപോകുന്നു. ദേശീയ തലത്തിലാകട്ടെ BJPയുടെ വൻമരമായ ബാബ രാംദേവ് പോലും ഭരണകൂടത്തിന്റെ അഴിമതിക്കും വിദ്വേഷ രാഷ്ട്രീയത്തിനുമെതിരെ പരസ്യമായി രംഗത്ത് വന്ന് സമര മുന്നറിയിപ്പ് നൽകുന്നു. പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല. മുതിർന്ന നേതാക്കൾക്കോ സാധാരണക്കാർക്കോ യുവാക്കൾക്കോ അവിടെ സ്ഥാനമില്ല. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും അഴിമതിയുമാണ് പാർട്ടിയെ നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ സ്വന്തം അനുഭാവികൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ദേവന്റെ രാജി വരും ദിവസങ്ങളിൽ കേരള BJPയിൽ വലിയ ചോർച്ച ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം രാംദേവിന്റെ ഈ പ്രതികരണം BJPയുടെ ദേശീയ വോട്ട് ബാങ്കിനെ വലിയ തോതിൽ ഉലയ്ക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.